ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വി വേണു വിരമിച്ചതിന് പിന്നാലെ IAS തലപ്പത്ത് മാറ്റം. ആഭ്യന്തര വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലവിഭവ വകുപ്പിന്റെ ചുമതല. നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആയിരുന്ന ജീവൻ ബാബു വാട്ടർ അതോറിറ്റിയുടെ MD ആകും. ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഈ മാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി നോക്കുമ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ ആരോപണ വിധേയനായി നിൽക്കുന്ന ആൾക്ക് അധിക ചുമതല കൂടി പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ ഒരു സ്ഥാപനത്തിന്റെ കൂടി ചുമതല നൽകുകയാണ്. മറ്റ് മാറ്റങ്ങൾ സംബന്ധിച്ച് പ്രജീഷ്, ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വി വേണു വിരമിച്ചതിന് പിന്നാലെയാണ് IAS തലപ്പത്ത് മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റങ്ങളില്ല, പകരം അധിക ചുമതലകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സബ് കളക്ടർമാർക്ക് വ്യാപകമായ സ്ഥലം മാറ്റവും പുതിയ നിയമനങ്ങളും പുതിയ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലവകുപ്പ്, കോസ്റ്റൽ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പുകളുടെ ചുമതല എന്നിവയാണ് അധികമായി നൽകിയിരിക്കുന്നത്. ഒരു വർഷത്തേക്കാണ് ഈ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ജീവൻ ബാബു IAS നിലവിൽ നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ്. വാട്ടർ അതോറിറ്റിയുടെ MD കൂടിയാകും. ഒപ്പം ശ്രീറാം വെങ്കിട്ടരാമൻ IASനാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ MDയുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത്. നിലവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. ആരോപണ വിധേയനാണ്. നിലവിൽ KM ബഷീർ, മാധ്യമപ്രവർത്തനായ KM ബഷീറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നേരത്തെ ഈ കേസ് വന്നപ്പോൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷം സർക്കാർ സർവീസിലേക്ക് തിരികെ വരികയും ആദ്യം പ്രധാനപ്പെട്ട അല്ലാത്ത വകുപ്പുകൾ നൽകിയെങ്കിലും പിന്നീട് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഏതായാലും ഇപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ MD സ്ഥാനം കൂടി നൽകി ശ്രീറാം വെങ്കിട്ടരാമനെ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു നിയമനത്തിലേക്ക് സർക്കാർ എത്തിച്ചിരിക്കുന്നു. അതിനൊപ്പം തിരുവനന്തപുരം സബ് കളക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസനെ എറണാകുളം ജില്ലാ ഡെവലപ്മെൻറ്റ് കമ്മീഷണറായി സ്ഥലമാറ്റമുണ്ട്. TV സുഭാഷ് IASനെ PRDയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പുതിയ IAS തലപ്പത്തെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ്.